നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. സുംബ ഡാൻസ് വിവാദത്തിൽ മുസ്ലിം മതപണ്ഡിതന്മാരുടെയും മുസ്ലിം സംഘടനകളുടെയും നിലപാട് സർക്കാരിനെ വെട്ടിലാക്കുകയാണ്. എന്തു വില കൊടുത്തും ലഹരിക്കെതിരെയുള്ള പ്രചാരണ പരിപാടിയുടെ ഭാഗമായി സ്കൂളുകളിൽ സുംബ ഡാൻസ് ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ട്. സുംബ ഡാൻസിനെ എതിർക്കുന്നവർ അപരിഷ്കൃതരാണ് എന്ന് SFIയും DYFIയും CPMന്റെ മഹിളാ സംഘടനകളും മറ്റു പോഷക സംഘടനകളും ഒക്കെ പറയുന്നുമുണ്ട്. എന്നാൽ സർക്കാരിനും പാർട്ടിക്കും ഒരു ഉൾഭയം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുസ്ലിം മത പണ്ഡിതന്മാരുമായും മുസ്ലിം സംഘടനകളുമായും ഉടക്കിയാൽ 2026 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ, ഉത്തര കേരളത്തിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയം നന്നായി CPMനുണ്ട്. അതുകൊണ്ട് ഈ സുംബ ഡാൻസ് വിഷയത്തിൽ ഒരു മെല്ലപ്പോക്ക് സമീപനം സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ CPM സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ശക്തമായി ഒന്നും പറയാത്തതും ഇതുകൊണ്ടാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവർ പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടനയൊക്കെ ഈ സുംബ ഡാൻസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗും മറ്റ് സംഘടനകളും എല്ലാം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സർക്കാരിനെതിരെ എടുത്തിരിക്കുകയാണ്. പോഷക സംഘടനകളും അല്ലെങ്കിൽ DYFIയും SFIയും ഒക്കെ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ ബുദ്ധിജീവികൾ പറയുന്നത് കേട്ട് ഇക്കാര്യത്തിൽ മുസ്ലിം മത പണ്ഡിതന്മാരെയും മുസ്ലിം സംഘടനകളെയും വെറുപ്പിച്ചാൽ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഈ സുംബ ഡാൻസ് വിഷയത്തിൽ അല്പമൊന്ന് പിന്നോക്കം ചവിട്ടുന്നതാണ് നല്ലതെന്നാണ് ഇപ്പോൾ CPM സർക്കാർ നൽകിയിരിക്കുന്ന ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം. മുഖ്യമന്ത്രിയും ഇതേ അഭിപ്രായക്കാരനാണ് എന്നാണ് പറയപ്പെടുന്നത്. മുസ്ലിം ലീഗ് മാത്രമല്ല, UDFും പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം പറഞ്ഞു കഴിഞ്ഞു, സുംബ ഡാൻസിന്റെ ഇത്തരം കാര്യങ്ങൾ ആരിലും അടിച്ചേൽപ്പിക്കരുത്, താല്പര്യമുള്ളവർ ചെയ്യട്ടെ, അല്ലാത്തവർ ചെയ്യേണ്ട. മാത്രമല്ല, ഇക്കാര്യങ്ങളെല്ലാം എല്ലാവരുമായി ആലോചിച്ച ശേഷമായിരുന്നു സർക്കാർ തീരുമാനിക്കേണ്ടത്. ഇത് എടുത്തുചാടി തീരുമാനിച്ചാണ് ഇത്തരത്തിലൊരു അതൃപ്തിയും എതിർപ്പും ഉണ്ടാകാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി സർക്കാരിന്റെ നിലപാടിനെതിരെ നിലകൊള്ളുകയാണ്. അപ്പോഴാണ് സർക്കാരിന് ഒരു വീണ്ടും വിചാരം ഉണ്ടായത്. നിലമ്പൂരിൽ ഒരു വലിയ തിരിച്ചടിയേറ്റു. കാരണം അത് മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ CPMനെ കൈവടിഞ്ഞു. അതുകൊണ്ട് M സലാത്ത് തോറ്റു. അൻവറിനും UDFനും ഇടയിൽ മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനിയും മുസ്ലിം മത പണ്ഡിതന്മാരെയും മുസ്ലിം സംഘടനയിൽ പിണക്കി മറ്റ് മണ്ഡലങ്ങളിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ ആവർത്തിക്കണം എന്നുള്ള ചോദ്യമാണ് ചില CPM നേതാക്കൾ ഉയർത്തുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ ഈ സുംബ ഡാൻസിനെ പറ്റി വിരുദ്ധാഭിപ്രായങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോടും ആലോചിക്കാതെ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത് അത് ദീർഘകാലത്തേക്ക് CPMന് ഗുണം ചെയ്യില്ല, സർക്കാരിന് ഗുണം ചെയ്യില്ല എന്നാണ് ഒരു വിഭാഗം CPM നേതാക്കൾ വിശ്വസിക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സംഘടന അടക്കം CPMനെ കാലാകാലങ്ങളായി പിന്തുണയ്ക്കുന്ന കാന്തപുരം AP വിഭാഗം അടക്കമുള്ളവർ സുംബ ഡാൻസിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. അതോടൊപ്പം മുസ്ലിം ലീഗും മറ്റു മുസ്ലിം മത സംഘടനകളും എല്ലാം ഇതിനെതിരെ ഇതൊരു അരാജകത്വത്തിലേക്കുള്ള പോക്കാണ്, ഇതൊരു അഴിഞ്ഞാട്ടമാണ് എന്ന നിലപാടെടുത്തുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. അതുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ തലവേദന എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം മത സംഘടനകളെ ഒരിക്കലും പിണക്കാൻ പറ്റില്ല. കാരണം 8 മാസമുള്ളൂ ഇനി തിരഞ്ഞെടുപ്പിന്. അങ്ങനെ പിണക്കി കഴിഞ്ഞാൽ മലബാർ മേഖലയിൽ, മുസ്ലിം സ്വാധീനമുള്ള മേഖലയിൽ ഒരു പക്ഷേ വലിയ തിരിച്ചടി CPMന് ഉണ്ടാകും എന്നുള്ള ഭയം ഇപ്പോഴേ സർക്കാരിന്റെയും CPMന്റെയും മനസ്സിൽ കയറി കഴിഞ്ഞതുകൊണ്ട് ഈ വിവാദത്തിലൊന്ന് പിന്നോക്കം പോകാനാണ് ഇപ്പോൾ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.